അടുത്ത വീട്ടിൽ നിന്ന് ഇതൊരു ചക്ക കൊടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് മുറിച്ച് വെച്ചു കേട്ടോ. സിയാബിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ചക്ക എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ്. അപ്പോൾ അതിൻ്റെ വിളഞ്ഞിലൊക്കെ ഉണ്ടല്ലോ, ആ പശ പോലുള്ള സാധനം, അതൊക്കെ ഞാനൊരു ചകിരിപ്പൂന്തലെടുത്ത് തുടച്ച് കളഞ്ഞു കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പശയൊക്കെ കയ്യുമ്മലായിട്ട് ആകെ കയ്യുമ്മലും ആകെ ഒട്ടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ആ ചകിരിപ്പൂന്തലെടുത്തിട്ട് അതൊക്കെ തുടച്ച് കളഞ്ഞു കേട്ടോ. ചക്ക വെട്ടുമ്പോൾ സിയാപ്പിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ സിയാപ്പിക്ക് തീരെ ക്ഷമയില്ല കേട്ടോ. ചക്ക വെട്ടുന്ന ടൈമിൽ ഈ ചക്ക ഇങ്ങനെ തായോ അമ്മ ചക്ക ചക്ക എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടി ഇങ്ങനെ കിടന്ന് ഇതാവുന്നുണ്ട്. അപ്പോൾ ചേട്ടനാണെങ്കിൽ വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത് കേട്ടോ. ഈ ചക്ക വെട്ടുന്ന വീഡിയോ ഒക്കെ എടുത്ത് തരുന്ന ചേട്ടനാണ്. ചേട്ടൻ എടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ കുട്ടി എനിക്ക് തന്നെ ആദ്യം കൊടുത്തു കേട്ടോ. സിയാബിക്ക് ഭയങ്കര സന്തോഷമായി ഉണ്ടാവും. കാരണം ആദ്യം തന്നെ കുട്ടിക്ക് തന്നെയാണല്ലോ കൊടുത്തത്. അപ്പോൾ അതാട്ടെ പപ്പേനെ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ചക്ക കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കണം മൂപ്പർക്ക്. അപ്പോൾ അതാണ് ഇങ്ങനെ കാണിക്കുന്നത്. അങ്ങനെ കുട്ടി ഇതാ ക്യാമറയിൽ നോക്കിയിട്ട് ഓക്കെ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ചക്ക കിട്ടിയ സന്തോഷത്തിലാണ് മൂപ്പര്. അപ്പോൾ കുറേ നാളായി ചക്ക ചക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചക്ക എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോൾ ചക്ക ചക്ക എന്നൊക്കെ പറയും. അമ്മ ചക്ക വേണമെന്നൊക്കെ പറയും. അപ്പം അങ്ങനെ കിട്ടിയൊരു ചക്കയാണിത് കേട്ടോ. അപ്പോൾ അത് ഞാനത് മുറിക്കുകയാണ് കേട്ടോ. ഈ കത്തി ഉണ്ടല്ലോ, ഇത് ഞാനല്ല, ഏട്ടൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തെന്ന് കേട്ടോ. നല്ല മുറിച്ചിന് കേട്ടോ. അതുകൊണ്ട് തന്നെ ചക്കൊക്കെ നല്ല രീതിയിൽ മുറിക്കാൻ പറ്റി കേട്ടോ. അങ്ങനെ ഞാനിതാ വടക്കോർത്ത വാതിൽ ലോക്ക് ചെയ്തു. കാരണം അല്ലെങ്കിൽ പിന്നെ സിയാപ്പി അങ്ങോട്ട് വടക്കോർത്തേക്ക് പോവും. ഇപ്പോൾ ആണെങ്കിൽ ഇവിടെ ഏട്ടനൊന്നുമില്ല. അപ്പോൾ ഞാനും സിയാപ്പി മാത്രമേ ഉള്ളൂ. അപ്പോൾ വടക്കോർത്തയും ഉമ്മർത്തൊക്കെ വാതിൽ ഞാൻ ലോക്ക് ചെയ്തിട്ടേ ഇരിക്കുള്ളൂ. ഞാനത് ചക്കയൊക്കെ ക്ലീൻ ആക്കിയിട്ട് വെച്ചു കേട്ടോ, കുരുവൊക്കെ കളഞ്ഞിട്ട്. അപ്പം ഞാനിത് വിചാരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചക്ക കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാനിതാ കുടിക്കാനുള്ള വെള്ളം കുറച്ച് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ജീരകം ഉണ്ടല്ലോ, ആ ജീരകമാണ് കേട്ടോ എടുത്തിടുന്നത്. അപ്പോൾ ഞാനിതാ ജീരകം എടുത്തിട്ടു. പിന്നെ ഇതാ ഈ ചക്കയുടെ ഈ സംഭവം ഉണ്ടല്ലോ, അത് വേറെ ഒന്നുമില്ല കേട്ടോ. ചക്ക വരട്ടിയത് അല്ലെങ്കിൽ ചക്ക വിളയിച്ചതെന്നൊക്കെ പറയില്ലേ, ആ സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് 2 തേങ്ങ ആവശ്യമാണ്. അപ്പോൾ ഞാനിതാ അത് വെട്ടി. അപ്പോൾ തേങ്ങ ചിരങ്ങണ ടൈമിലാണ് സിയാപ്പിത ഓടി വരികയുണ്ട്. തേങ്ങ വെട്ടിയ ശബ്ദം കേട്ടപ്പോൾ. അങ്ങനെ കുറച്ച് തേങ്ങ ഞാൻ അവളുടെ വായിൽ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ആ മൂപ്പര് അത് കഴിച്ചിട്ട് പിന്നെ അങ്ങോട്ട് പോയി. എൻ്റെ വീട്ടിൽ ചക്ക കിട്ടൽ കുറവാട്ടോ. അപ്പോൾ ചക്ക കിട്ടിയാൽ തന്നെ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ ചക്ക വരട്ടിയത് അല്ലെങ്കിൽ വിളയിച്ചത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ എപ്പോഴും അവിടേക്ക് പോകുന്നുണ്ടെങ്കിലും ചക്ക കിട്ടുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എപ്പോഴും ഉണ്ടാക്കി വെക്കുന്നൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാൻ ഇതുവരെ സിയാപ്പിക്ക് ഈ ഒരു സംഭവം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ അവൾക്കും കൂടി കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കണത് കേട്ടോ. അങ്ങനെ ഞാൻ തേങ്ങ ചിരകുമ്പോഴാണ് ഒരാൾ തേങ്ങ ഇതൊക്കെ കൈയിട്ട് വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, അത് കഴിക്കണ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും എന്തെങ്കിലും പറ്റുമെന്ന്. പക്ഷേ ഇതാക്കണ്ട, ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് മൂപ്പര് പോയി. ഇതാണ് അങ്ങനെ ബാക്കിയുള്ള തേങ്ങയും കൂടി ഞാൻ വേഗം ചിരങ്ങാൻ നിന്നു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ സിയാപ്പി വന്ന് അലമ്പാക്കും. അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സിയാപ്പിക്ക് ചോറ് കൊടുത്തു കേട്ടോ. അങ്ങനെ ഇതാ മുടിയൊക്കെ ഞാനിതാ അമ്മക്കെട്ടൊക്കെ കിട്ടിയിട്ടാണ് ഇരുന്ന് ചോറ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ചോറിക്ക് ഇതാ എന്താ വെള്ളരിക്ക കൂട്ടാനും പിന്നെ പയറിൻ്റെ ഉപ്പേരിയും ഓംപ്ലേറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ ഞാനിതാ ഫുഡൊക്കെ അവൾക്ക് കൊടുക്കായിരുന്നു കേട്ടോ. പൊന്നുവിന് ഫുഡ് കൊടുക്കൽ കഴിഞ്ഞിട്ട് വേണം അവളെന്നെ ഉറക്കാൻ. അങ്ങനെ ഇത് അവൾ ഉറങ്ങി കേട്ടോ. അങ്ങനെ അവൾ ഉറങ്ങിയ ടൈമിലാട്ടോ ഞാൻ അലക്കാനിരിക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പൈപ്പിൻ്റെ അവിടെ ചെന്നിട്ട് ആകെ വെള്ളം കൊണ്ട് അഭിഷേകം നടത്തും അവൾ. അപ്പം ഞാനിതാ തിരുമ്പലൊക്കെ കഴിഞ്ഞ് തോരയിടാൻ നിന്നു കേട്ടോ. മുകളിൽ നല്ല വെയിലായതുകൊണ്ട് തന്നെ ഞാൻ വേഗം അല്ലാതും തോരയിടാൻ നിന്നു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ സഹിക്കാൻ പറ്റാത്ത വെയിലാവും. പിന്നെ നല്ല ചൂടും അല്ലേ, എപ്പോഴെപ്പോഴും ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വേഗം തന്നെ ഓരോന്നൊക്കെ ഞാൻ അയലുമ്മ കൊണ്ടിടുക കേട്ടോ. വേഗം തന്നെ ചെയ്യുന്നുണ്ട്. കാരണം സിയാപ്പി ഉറങ്ങണോണ്ട് തന്നെ നമുക്കിത് വേഗം തീർക്കും വേണം. പിന്നെ ചക്കയുടെ കാര്യങ്ങളും നോക്കണ്ടേ. അപ്പോൾ വേഗം തന്നെ ഇതൊക്കെ ചെയ്ത് താഴേക്ക് ഇറങ്ങാൻ നോക്കുക കേട്ടോ. അങ്ങനത്തെ ഞാൻ ഇതൊക്കെ കൊണ്ടിട്ടിട്ട് താഴേക്ക് ഇറങ്ങി കേട്ടോ. അങ്ങനെ പാവൻ്റെ കുട്ടീനൊന്ന് പോയി നോക്കുക കേട്ടോ. കുട്ടി കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ അത് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ കൊഞ്ചിക്കില്ലേ, അതുപോലെ നാക്കിയിട്ട് ഇങ്ങോട്ട് തന്നെ പോകുന്നു കേട്ടോ. അടുക്കളയ്ക്ക് തന്നെ പോകുന്നു. ഇല്ലെങ്കിൽ പിന്നെ അവൾ ഉണരണ്ടല്ലോ വിചാരിച്ചിട്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, അത് ഞാൻ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഞാൻ തേങ്ങാപ്പാലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ ഉറങ്ങണങ്ങാട്ടി മുന്നേ തന്നെ മിക്സിയിലിട്ടിട്ട് അത് തേങ്ങാപ്പാലാക്കി വെച്ചു. അല്ലെങ്കിൽ പിന്നെ ഇനി അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് അവൾ ഉണരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ആ ചക്ക ഉണ്ടല്ലോ, ആ ചക്ക കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വേവിക്കാൻ വെക്കുകയാണ്. 2-3 വിസിൽ ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ.
അതിൻ്റെ ഇടയിൽ ഞാൻ കുടിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ജീരകം ഇട്ടിട്ടുള്ള വെള്ളം, അത് ജഗ്ഗിക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ജഗ്ഗ് കഴുകുകയാണ് കേട്ടോ. ഈ ജീരകം ഇട്ടിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അത് എനിക്ക് ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ചൂടോട് കൂടി കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ആ വെള്ളം. അപ്പോൾ അതേപോലെ തന്നെ ആ ചുവപ്പ് വെള്ളം ഉണ്ടല്ലോ ദാഹമുക്തി, അതും നല്ലൊരു ടേസ്റ്റാട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് ഇവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ജീരക വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനത് ആ ജഗ്ഗിലൊക്കെ ആക്കി വെച്ചിട്ട് ഞാൻ ടേബിളിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ ഞാൻ ചായക്ക് വെള്ളം വെച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ദാഹം, ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ മുകളിൽ കൊണ്ടിട്ടിട്ട് പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദാഹമുണ്ട്. അപ്പോൾ ഞാനൊരു ചായ ഉണ്ടാക്കി കുടിക്കാമല്ലോ വിചാരിച്ചിട്ട് ചായ ഇട്ടിട്ട് അടുപ്പത്ത്. അങ്ങനെ ഞാനത് അതിലേക്ക് പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ടിട്ടോ. അപ്പോൾ അത് അവിടെ ഇരുന്ന് ആയിക്കോളും. അതിനിടയിൽ കുക്കർ ഇനി വിസിൽ വരുമ്പോൾ 2-3 വിസിൽ വരുമ്പോൾ ഓഫാക്കി ഞാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ചായയൊക്കെ റെഡിയായി കേട്ടോ. അപ്പോൾ ഞാനത് ഒരു ഗ്ലാസ്സിലേക്ക് ചായ ഒഴിച്ചിട്ട് ഞാൻ വടക്കുറത്ത് പോയിരുന്ന് കുടിക്കാൻ വിചാരിച്ചു. ഇവിടെ ഭയങ്കര ചൂട്. അപ്പോൾ ഞാൻ വടക്കുറത്ത് വാതിലൊക്കെ തുറന്നിട്ടിട്ട്, ഇപ്പോഴാണെങ്കിൽ സിയാപ്പി ഉറങ്ങുകയാണല്ലോ, അപ്പോൾ വടക്കുറത്ത് പോയിട്ട് ചായ കുടിക്കാമല്ലോ വിചാരിച്ചിട്ട് വടക്കുറത്തേക്ക് പോയിട്ടാ. അവിടെ സ്റ്റെപ്പ് ഉണ്ട്, അവിടെ ഇരുന്നിട്ട് ചായ കുടിക്കാട്ടാ. അപ്പോൾ ഭയങ്കര സുഖമാണ് അവിടെ ഇരുന്ന് ചായ കുടിക്കാനായിട്ടാ. പിന്നെ ഇതാ ഏത് പാത്രത്തിൽ വെക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഒരു ഉരുളി കിട്ടിയിട്ടാ. അപ്പോൾ ഇതാ അത് കഴുകുകയാണ്. അപ്പോൾ അത് കഴുകിയിട്ട് ഇനി അതിലേക്ക് ഈ കുക്കറിലുള്ള ചക്ക ഉണ്ടല്ലോ, അത് വേവിച്ച് വെച്ചിട്ടുള്ളത്, അത് ഇനി ഈ ഉരുളി പാത്രത്തിലേക്ക് ഇട്ടിട്ട് അടുപ്പത്ത് വെക്കണം. അങ്ങനെ കുക്കറിലുള്ള ചക്ക ഉണ്ടല്ലോ, അപ്പോൾ ഞാനത് ഉരുളി പാത്രത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ അതിൽ എയറുള്ളതുകൊണ്ടാണ് തോന്നുന്നത്, അപ്പോൾ അത് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു സ്പൂൺ എടുത്തിട്ട് അതിങ്ങനെ അതിൻ്റെ വായു മൊത്തം കളഞ്ഞിട്ട് ഒരു കയ്യിലെടുത്തിട്ട് ഞാൻ ആ ചക്ക മൊത്തം ഉടയ്ക്കുകയാണ് കേട്ടോ. അത് നന്നായി ഉടയണം, നല്ല ഉടച്ചിട്ട് വേണം നമുക്ക് ഈ ഉരുളി പാത്രത്തിലേക്ക് ഇടാൻ. അപ്പോൾ ഞാൻ നന്നായി ഉടയ്ക്കുകയാണ് കേട്ടോ. നന്നായി ഉടയ്ക്കണം കേട്ടോ. അങ്ങനെ ഈ ഉടച്ച് വെച്ച ചക്ക ഉണ്ടല്ലോ, അത് ഈ ഉരുളിപ്പാത്രത്തിലേക്ക് ഇടണം. അങ്ങനെ ഇതാ ഞാൻ ഉരുളിപ്പാത്രത്തിലേക്ക് ഇടാൻ കേട്ടോ. അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ആ കുക്കറുണ്ടല്ലോ, ആ കുക്കർ എന്നിട്ട് കഴുകാൻ വെച്ചു. അങ്ങനെ ഇത് ഞാൻ സ്റ്റവ് ഓണാക്കിയിട്ട് പിന്നെ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ സിയാപ്പി എണീക്കണത് നോക്കണം, ഇത് ഉണ്ടാക്കും വേണം. അപ്പോൾ ഞാൻ വേഗം തന്നെ ഇതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു കയ്യിൽ വെച്ചിട്ട് ഞാനിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കിയിട്ട് പിന്നെ ഞാനിതിലേക്ക് 2 അച്ച് ശർക്കരയാണ് കേട്ടോ ഇടുന്നത്. 2 അച്ചന്നെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതിങ്ങനെ അലിയിക്കണം. ഇതിൽ കിടന്നിട്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ശർക്കര ഒക്കെ പെട്ടെന്ന് അലിഞ്ഞോളും, പക്ഷേ ഈ സംഭവം ഉണ്ടാക്കാൻ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ കുറച്ച് ക്ഷമയുള്ള പരിപാടിയാണിത് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ശർക്കര ഒക്കെ അലിഞ്ഞിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കട്ടെ. ഞാൻ കൈ തട്ടാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് അറിയില്ല, പക്ഷേ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. എൻ്റെ അമ്മക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കാണലുണ്ട്. അപ്പോൾ കുറേ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഞാനിതാ ഇതിലേക്ക് 2-ാം പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് 2-ാം പാലാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചക്ക വേവിച്ച് വെച്ച ചക്കയ്ക്ക് ശർക്കര ഒക്കെ ഇട്ടതിന് ശേഷം ഞാൻ പിന്നെ ഒഴിക്കുന്നത് 2-ാം പാലാണ്. 2-ാം പാൽ ഒഴിച്ചിട്ട് ഞാൻ കുറേ നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറേ നേരം ഇങ്ങനെ പിടിക്കും ഇത് ഇങ്ങനെ ആയി കിട്ടാൻ. അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നു. പിന്നെ ഞാനിതാ കുറച്ച് ചക്ക മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് കുരുവൊക്കെ കളഞ്ഞിട്ട് സിയാപ്പിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടേ, സിയാപ്പി ചിലപ്പോൾ ഇടയ്ക്ക് ചോദിച്ചാലോ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ചക്ക മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടനും ഒക്കെ ഉണ്ട്, ഏട്ടനൊക്കെ ജോലിക്ക് പോയിരിക്കുകയല്ലേ, അപ്പോൾ ഏട്ടനൊക്കെ കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് ആ നീല പ്ലേറ്റുണ്ടല്ലോ അത് മാറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഇത് വീണ്ടും ഇതിൻ്റെ ഇളക്കൽ തുടങ്ങി കേട്ടോ. കുറേ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിനി വറ്റിച്ചെടുക്കട്ടെ, എന്നാലല്ലേ ഇത് അങ്ങനെ ആവുള്ളൂ, വരട്ടിയത് ആവുള്ളൂ. കുറേ നേരം ഇങ്ങനെ കയ്യിലും വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക തന്നെയായിരുന്നു കേട്ടോ. ഇത് വറ്റണ വരെ ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇതാ ഇപ്പം ഈ പരുവമായിട്ടുണ്ട്. പിന്നെ ഇത് ഉണ്ടാക്കാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. അപ്പോൾ അതാട്ടെ ഈ മുഖത്ത് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണത്. അപ്പോൾ അതാ സിയാപ്പി ഉറങ്ങാൻ കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ടൈമിൽ അടുക്കളയിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഞങ്ങളെ റൂം കാണാം. അപ്പോൾ കുട്ടി അവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഞാനിപ്പോൾ അത് ഉണ്ടാക്കാൻ നോക്കിയത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അവൾ ഉണർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആകെ അലമ്പാക്കും. പാത്രങ്ങൾ വലിച്ചിട്ടിട്ടും പിന്നെ ഇതിൻ്റെ ഈ സ്ലാബ് ഉണ്ടല്ലോ, ഈ സ്ലാബിലൊക്കെ കയറിയിരിക്കാനൊക്കെ പറയും. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒക്കത്ത് വെച്ചിട്ട് ഉണ്ടാക്കേണ്ടി വരും, അത് റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ഉറങ്ങുകയും ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സിയാപ്പി ഒന്ന് ഉണർന്നു കേട്ടോ.
ഉണർന്നപ്പോഴേക്ക് പേടിയായി. ഈശ്വര, ഇതൊക്കെ ഇനിയിപ്പോൾ ആകെ അലങ്കോല ആവുമോ എന്നൊക്കെ വിചാരിച്ചു. ഭാഗ്യത്തിന് അവൾ അതുപോലെ തന്നെ അവിടെ കിടന്നുറങ്ങി. അപ്പോൾ ഇതാ ചക്ക ഇതാ ഇങ്ങനെ കുമ്പള വരില്ലേ, ഇങ്ങനെ കുറുകൂലേ, അതേപോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ സംഭവം ആകുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് അകലം പാലിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ മേലത്തേക്കൊക്കെ കയ്യുമ്മയ്ക്കൊക്കെ പൊട്ടിത്തെറിക്കും. പിന്നെ അത് ഞാൻ ഈ ഒഴിക്കണുണ്ടല്ലോ, അത് ഫസ്റ്റത്തെ പാലാണ്, ഒന്നാം പാലാണ്. പക്ഷേ അത് ഒഴിക്കണ വീഡിയോ എടുക്കാൻ കുറച്ച് വിട്ടുപോയി. അതായത് ക്യാമറ വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ എന്ത് പണി ചെയ്തു, കുറച്ച് പാലുണ്ടായിരുന്നു അതിൽ, അതാണ് ഒഴിച്ചത് കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾക്ക് കുറച്ച് പോലെ തോന്നിയത് കേട്ടോ, വേറെ ഒന്നുകളുടെ അല്ല. അങ്ങനെ ഇത് വീണ്ടും ഒന്നാം പാലൊക്കെ ഒഴിച്ചിട്ട് ഞാനിങ്ങനെ വറ്റിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് ഇത് വറ്റണ വരെ, അതായത് ഇതിനൊരു പരിവുണ്ടല്ലോ, അതാവണ വരെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കാരണം അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കറുപ്പ് കളർ വരില്ലേ, അതാവും. അപ്പോൾ ഞാനിതാ കുറച്ച് കഴുകാൻ പാത്രങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നതിൻ്റെ ഇതിൻ്റെയും പിന്നെ വേറെ എന്തൊക്കെയോ കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിതാ സിങ്കിൽ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിതാ കഴുകി വയ്ക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചു. പിന്നെ ഉണ്ടല്ലോ, എൻ്റെ അച്ഛമ്മയുടെ നാട് മൂക്കോലയാണ് കേട്ടോ. അപ്പോൾ മൂക്കോലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല ചക്കയും പിന്നെ കവുങ്ങിൻ്റെ തോട്ടം അങ്ങനെയുള്ളൊരു ഏരിയയാണ് അച്ഛമ്മയുടെ വീട് നിൽക്കണേ കേട്ടോ. അപ്പോൾ മൂപ്പരിപ്പം ഇല്ല, അച്ഛമ്മ ഇപ്പോൾ ഇല്ല. അപ്പോൾ അച്ഛമ്മ വീട്ടിലൊക്കെ പോയിട്ട് പണ്ട് വരുമ്പോൾ, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ പണ്ട് വീട്ടിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ ചക്ക ഒക്കെ കൊണ്ടുവരലുണ്ട്. അപ്പോൾ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ അമ്മയൊക്കെ ഈ സംഭവം ഉണ്ടാക്കൽ തുടങ്ങിയത്. അപ്പോൾ അച്ഛമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ അത്. അച്ഛമ്മ അത് കിട്ടിക്കഴിഞ്ഞാൽ പാത്രം മൊത്തം തുടച്ചെടുക്കുകയൊക്കെ ചെയ്യില്ലേ, അതുപോലെ ചെയ്യും കേട്ടോ അത്. പക്ഷേ ഭയങ്കര ടേസ്റ്റുള്ളൊരു സാധനമാണിത്. എനിക്ക് അറിയില്ല നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന്, പക്ഷെ നല്ല നല്ല ടേസ്റ്റാണ്. പിന്നെ അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അടിച്ചു വരാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഉമ്മറത്തേക്കൊക്കെ പോയിട്ടാണ്. അങ്ങനെ എന്താ അടിച്ചു വരാനൊക്കെ നിൽക്കുക. ഇപ്പോഴും സിയാപ്പി എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ സിയാപ്പി എണീറ്റ് കഴിഞ്ഞാൽ അലമ്പാക്കും. അതിന് മുമ്പ് തന്നെ ഇതൊക്കെ തീർക്കണം നമുക്ക്. അങ്ങനെ എന്താ ഞാനിത് ഉമ്മാറൊക്കെ അടിച്ചു വരും കേട്ടോ. അങ്ങനെ ഉമ്മാറൊക്കെ അടിച്ചു വരൽ കഴിഞ്ഞ് അകത്തേക്ക് വരിക കേട്ടോ. ഞാനിത് അകത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇനി അകവും അടിച്ചു വരാനുണ്ട്, അകവും റൂമും ഒക്കെ അടിച്ചു വരാനുണ്ട്. അപ്പോൾ അകവും റൂമൊക്കെ ഞാനിത് അടിച്ചു വരും കേട്ടോ. വേഗം തന്നെ തീർക്കുന്നുണ്ട്, കാരണം ചക്കടിയും നോക്കണം, സിയാപ്പിനെയും നോക്കണം. അപ്പോൾ സിയാപ്പി ഉറങ്ങുന്നതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടിട്ട് ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ ഇതാ ചക്ക ഈ പരിവായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ അടിച്ചോറിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉമ്മാർത്തെ വാതിൽ വേഗം തന്നെ ലോക്ക് ചെയ്തു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കുട്ടി എണീറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നെങ്കിൽ ഉമ്മാർത്തേക്ക് പോവും, അല്ലെങ്കിൽ വടക്കോർത്തേക്ക് പോവും. അത് ഭയങ്കര പണിയാവും. പിന്നെ അത് ചക്കതാ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. കുറേ നേരം ഇളക്കിയിട്ടും ഇതൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഈ ഒരു പരിവായിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഒന്നും കൂടി ഒന്ന് ഇതാവാണ്ട് തോന്നണം, ഒന്നും കൂടി കളർ വ്യത്യാസം വരാണ്ട്, കുറച്ചും കൂടി ആവാനുണ്ട് ഇന്ന്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ ചക്ക റെഡി ആയിട്ടോ. ഇതാണ് ഇങ്ങനെയാണ് ഉണ്ടാവുക, ഈ കളറാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വേഗം തന്നെ വരാം. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.